കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, കട്ടത്. ഹലോ ഗൈസ്, ഇന്നത്തെ സിനിമയാണ് മായമ്മ. മായമ്മ IPS. ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ ഫൈറ്റ് രംഗങ്ങളാണ്. എന്ന് വെച്ചാൽ യുദ്ധമാണ് മോനെ, യുദ്ധം. ഞങ്ങളെ മേലെ കേസ് എടുക്കാൻ ധൈര്യം ആർക്കാടാ? ഞാനാടാ തെണ്ടി. മായമ്മ IPS. മായ ചേച്ചി കൂൾ കൂൾ. ഭാഷ നാനോ. അപ്പൊ നീ എനിക്ക് പുല്ലുവിലൂടെ തരുന്നത്? പുല്ലുവില ഞാൻ ആരാണെന്നറിയോ? ശക്തി, ശങ്കരൻകുളം ശക്തി. നല്ല പേരല്ലേ? ഒന്ന് വിസിലടിച്ച സിറ്റി മൊത്തം ബന്ധാവൂന്നോ? അടിക്കാം മേഡം. എന്താടാ ഇതാണോ വിസില്? ശ്വാസം കിട്ടാനിട്ടാ. ഇത് കേട്ട് സിറ്റി മൊത്തം ബന്ധാവൂടാ? ഒരിക്കലായതാ മേഡം. പുള്ളി ഞാൻ IPS ആടാ, ഊക്കാതടാ. ചെവിയും കട്ടൂടാ, കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഇങ്ങനെയാടാ തൊട തട്ടുന്നത്. ഞങ്ങളുടെ മായ ചേച്ചിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ മൊന്നെ, നിന്റെയൊക്കെ ചുക്കാമണി ഇടിച്ചു പൊട്ടിക്കും അവര്. ഞാൻ ചുമ്മാ പറഞ്ഞാണെന്നാ തോന്നുന്നത്. നിങ്ങൾ കണ്ടു നോക്ക്. പഞ്ച് തന്ന മോനെ പഞ്ചറായി പോടാ. പഞ്ചറായി പോടാ. മായമ്മ ഇന്ത്യൻ പോലീസ് സർവീസ്. ഭാഷ നാനോ. Mayama versus Flash. 3, 2, 1, go! അപ്പൊ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം ഗൈസ്. നമുക്ക് രണ്ടാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇതിന്റെ സംഗീതം തന്നെയാണ്. ആദ്യത്തെ പാട്ടാണ് ഗൈസ്, എൻ പേര് മുംബൈ കാന. സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോഴും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഫീലാണ്, ഒരു വൈബ് നമുക്ക് തരുന്ന ഒരു ട്രാക്ക് തന്നെയാണ്. ഗൈസ്, ഇതിലെ സെക്കൻഡ് പാട്ടാണ് ആ നടത്തം മന്ദം മന്ദം. ഈ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ക്രിസ്റ്റഫർ നോളന്റെ പടത്തിൽ പോലും ഇത്രയും ഇതില്ല, ഡയറക്ടർ ബ്രില്യൻസ് ഇല്ല, അതുപോലൊരു പാട്ടാണിത്. ഷട്ടർ തുറക്കുന്നു, ഗിത്താർ വെച്ച് കളിക്കുന്നു,
ബോള് കടിക്കുന്നു, കമ്പ് നക്കുന്നു, കൊടയെ പിടിക്കുന്നു, കൊട കയറുന്നു, കൊട നിവരുന്നു, റോക്കറ്റ് പോകുന്നു, കാർ തകരുന്നു. ഇതിലെ മൂന്നാമത്തെ പാട്ടാണ് ഗൈസ്, കണ്ടോടാ കണ്ടോടാ നീ മായാ മോഹിനി. എന്റെ പേരോ പിങ്കി. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. കണ്ടോടാ കണ്ടോടാ ഈ മായാമോഹിനി അട്ടപ്പാടി സുന്ദരി കത്തി പോലെ കൊണ്ടു നീ നാലുമോളം തേല ചുറ്റി തൊട്ടിടും മിന്നൽക്കടി ആരുമില്ല നേരം എന്നെ കട്ടെടുത്തു തിന്നടി. ഈ പാട്ട് ഒരു വൈബ് പാട്ടാണ്, നമുക്ക് വൈബ് ചെയ്യാൻ പറ്റിയ പാട്ടാണ് ഗൈസ്. സെറ്റ് പാട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. എന്റെ അമ്മോ എനിക്ക് നാണമാകുന്നു. ഇതിലെ നാലാമത്തെ പാട്ടാണ് ഗൈസ്, തൊട്ടാൽ വിടരും പൊൻപൂവാണ്. ഇതും അതേപോലൊക്കെ തന്നെ, രണ്ടാമത്തെ പാട്ട് പോലെ നൈസ് ബ്രില്യൻസ് ആണ്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. ഇതിലെ ലാസ്റ്റ് പാട്ടാണ് ഗൈസ്, എവിടെയാണ് നീ അമ്മേ. ഇത് ഭക്തിഗാനമാണ്. ഈ പാട്ടിന് വേണ്ടി ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്ത് റീലോഡ് എണ്ണൻ്റെ കയ്യിൽ ഒരു ദിവസത്തേക്ക് മോദിയെ കടമെടുത്തിട്ടുണ്ട്. എവിടെയാണു നീ അമ്മേ ദേവിയുമായമ്മേ, എവിടെയാണ് മറിയാത്ത മായമ്മയെ കാക്കണമമ്മേ. മേഘമായമ്മയെ കത്തുകൊള്ളണമേ അമ്മേ, അടുവാഴും അസുരവർഗ കൽകുതി പുതിയമ്മേ. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം ഗൈസ്, പെർഫോമൻസ്. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. ചത്ത് 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 മകളെ വെച്ച ദുഃഖത്തില് അറ്റത്തൊക്കെ വന്നാണ് തോന്നുന്നു. മനസ്സിലായില്ലെങ്കിലോ എന്ന് കരുതി ആ പറയാൻ കാണിച്ച മനസ്സേ ആരും കാണാതെ പോകരുത് ഗൈസ്. നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം ഗൈസ്, മേക്കപ്പ്. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്ന ഒരു കാര്യം ഇതിലെ മേക്കപ്പാണ്. ആ സമയത്ത് അവർ സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, കുറച്ച് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. ഒന്ന് നിൽക്കൂ, ആരാ നീ? പ്രപഞ്ചത്തെ മൊത്തം ആശ്വസിപ്പിക്കാൻ എന്റെ ഈ രണ്ട് കൈകൾ മതിയായില്ലെന്ന് വരാം. കൂടുള്ളവരുടെ കണ്ണീര് തുടയ്ക്കാൻ എന്റെ ചൂണ്ടുവിരൽ മതിയാവും. യെസ്, ഞാനാ മായമായി PS. ഇതിലെ കോസ്റ്റ്യൂംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലും പരിപാടിയാണ്. പിന്നെ ബ്ലാസ്റ്റിങ്സ്. ഗൈസ് ഇതിന്റെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാല് മായ ചേച്ചിയുടെ ചേച്ചിയെ വില്ലൻ കൊല്ലും, വില്ലനെ നമ്മുടെ മായ ചേച്ചിയും കൊല്ലും. കഥ. ഈ പടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല പടം. മായ ചേച്ചി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. No, no.